ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ പാർട്ട് ഫസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണേ, നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് വെച്ചിട്ടാണോ പഠിക്കുന്നത്, നോട്ട്ബുക്ക് ആയാലും ടെക്സ്റ്റ് ആയാലും നിങ്ങളുടെ കയ്യിൽ കരുതുക ഈ ഒരു ക്ലാസ് കൂടി കാണുമ്പോൾ. എന്നിട്ട് ഞാൻ പറയുന്നത് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റുമായിട്ടൊന്ന് റെഫർ ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ആദ്യമേ തന്നെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ്. എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഭരണഘടനയെ പറ്റിയിട്ടല്ലേ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ്ഗസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ഓക്കെ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ എന്താണെന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ ലോ ആണ്. എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും നിയമവശങ്ങളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് 12 ഷെഡ്യൂളുകളും അതുപോലെ തന്നെ 395 ആർട്ടിക്കിൾസുമാണ് ഉള്ളത്. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അനുച്ഛേദങ്ങളുമാണ് ഉള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് നമ്മൾ വായിച്ച് നോക്കുക. ദെൻ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ എപ്പോഴും 5 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദ്യം വരുന്നൊരു മേഖലയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസിനെ പറ്റിയിട്ട്. ഓക്കെ, പ്രധാനമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് 5 ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ 5 പ്രധാന ധർമ്മങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് കൂടി ഒന്ന് എടുത്തു വയ്ക്കണേ. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് കോഓർഡിനേഷൻ ആൻഡ് അഷുറൻസ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോഓർഡിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും തമ്മിലുള്ളൊരു ഒത്തൊരുമയും അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യമാണ്. എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്ത് പലതരത്തിലുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. പല ജാതിയിലുള്ളവർ, പല മതത്തിൽപ്പെട്ടവർ, അതുപോലെ തന്നെ പല ഭാഷകൾ സംസാരിക്കുന്ന, പലതരത്തിൽ ഡ്രസ്സിങ് സ്റ്റൈൽസ് ഉള്ളവർ, ഫുഡ് ഹാബിറ്റ്സ് ഉള്ളവർ. അപ്പോൾ എല്ലാവരും പലരും പല തരത്തിലാണല്ലേ. ഒത്തിരി സംസ്ഥാനമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം പലതരത്തിലുള്ള ആൾക്കാരാണ്, പല കൾച്ചേഴ്സുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡൈവേഴ്സ് ആണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ആൾക്കാരുടെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഇല്ലേ. ഓക്കെ, നമ്മളത് ന്യൂസിലൊക്കെ കാണുന്നില്ലേ, പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റി എല്ലാ ആൾക്കാരുടെ ഇടയിലും ഒരു കോർഡിനേഷനൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണല്ലേ. ആ ഫങ്ഷനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാവരുടെ ഇടയിലും ഇത്രയും ഡൈവേഴ്സ് ആണെങ്കിലും എല്ലാവരുടെ ഇടയിലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടുവരാനും എല്ലാവരും പരസ്പരം കോപ്പറേഷനോട് ജീവിച്ച് പോകാനും ഒക്കെ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അതിനനുസരിച്ചുള്ള പ്രൊവിഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ളത്. ഓക്കെ, ആ ഒരു ഫങ്ഷൻ ക്ലിയർ ആണല്ലോ. ദെൻ രണ്ടാമത്തെ ഫങ്ഷനായിട്ട് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ആർക്കാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, എന്ന് പറയുമ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, പലരും ഇങ്ങനെ അധികാരത്തിൽ വരുമല്ലേ, എനിക്ക് ഈ ഒരു ഡിസിഷനൊക്കെ എടുക്കാനുള്ള അധികാരമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർക്കാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു പുതിയ ഡിസിഷൻസൊക്കെ എടുക്കാനുള്ള അധികാരമുള്ളതെന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആരാണ്, പാർലമെൻറ്റാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കും കേട്ടോ. ഈ പാർലമെൻറ്റ് അഥവാ ലെജിസ്ലേച്ചർ എന്ന് കൂടി നമ്മൾ പറയും. ഈ പാർലമെൻറ്റാണ് നമ്മുടെ ഇന്ത്യക്കകത്ത് പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, പുതിയ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇങ്ങനെ ആരാണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ഫങ്ഷനായിട്ട് പറയുന്നത് ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒത്തിരി റൂൾസും ഒക്കെ റെസ്ട്രിക്ഷൻസൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലേ. പക്ഷേ ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ആയാലും നിയമങ്ങളായാലും ഒക്കെ എല്ലാവർക്കും ഈക്വലി പറ്റുന്നതായിരിക്കുമോ? അതായത് ചിലപ്പോഴെങ്കിലുമൊക്കെ ചില നിയമങ്ങൾ ചില പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാർക്കെതിരായിട്ടോ ഒക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു കൂട്ടം ആൾക്കാരോട് കാണിക്കുന്നൊരു വിവേചനമല്ലേ. അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ നിയമം ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി സ്പെസിഫൈ ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ ചില നിയന്ത്രണങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്.
ഇത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എക്സാമ്പിളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഇനിയും പഠിക്കും കേട്ടോ അതിനെ പറ്റിയിട്ട്. സോ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രകാരം നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒത്തിരി അവകാശങ്ങൾ തരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ടോപ്പിക്കോട്ട് പറയുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ എന്താ പറയുക എനിക്കിപ്പോൾ എതിരായിട്ട് എന്തെങ്കിലും ഒരു നിയമങ്ങൾ കൊണ്ടുവരാണ് അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ ഒരു നിയമത്തിനെതിരായിട്ട് എനിക്ക് എൻ്റെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ തന്നെ നമ്മുടെ എന്താ പറയുക ഗവൺമെൻറ് നിയമത്തിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു നിയന്ത്രണം ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ലീഗൽ സപ്പോർട്ടോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, അതെ ഗവൺമെൻറ്റിൻ്റെ പവറിനെ ലിമിറ്റ് ചെയ്യുകയാണ്. മീൻസ് കോൺസ്റ്റിറ്റ്യൂഷനാണ് അവിടെ ലിമിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ദെൻ ഫോർത്ത് ഫംഗ്ഷനായിട്ട് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് ദ ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ സൊസൈറ്റീസിനും അവരുടേതായിട്ടുള്ള അഭിലാഷങ്ങൾ മീൻസ് ആസ്പിറേഷൻസും പിന്നെ ഗോൾസ് കുറേ ലക്ഷ്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലക്ഷ്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ധർമ്മമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ഫൈനലായിട്ട് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫ്ലക്ട്സ് ദ ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഡൈവേഴ്സ് പീപ്പിൾ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതിൻ്റെ കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ക്ലാഷ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ദെൻ ഈ ഒരു ക്ലാഷ് ഒന്നും ഉണ്ടാവാതെ എല്ലാവർക്കും ഒരു ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു സ്വത്വം, ഓക്കെ നമ്മളൊന്നാണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു കളക്റ്റീവായിട്ടുള്ള ഒരു നാഷണൽ ഐഡൻറ്റിറ്റി, ഒരു ദേശീയ സ്വത്വമാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലും കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വലിയൊരു പങ്ക് എന്താ പറയുക നമ്മുടെ രാജ്യത്ത് വഹിക്കുന്നുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു കുഞ്ഞു പോർഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ അത് മാത്രമല്ല വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്